ഫ്രാൻസ് ഇപ്പം എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ, മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ, മലയാളത്തിൻ്റെ താരരാജാവ്, മലയാളത്തിൻ്റെ ആറാം തമ്പുരാൻ, ലാലേട്ടൻ്റെ 64ാം ജന്മദിനമായിരുന്നു ഇന്നലെ. നമ്മുടെയൊക്കെ എന്തൊരു ഭാഗ്യം കൊണ്ട് നേരിട്ട് വിളിച്ച് വിഷസ് അറിയിക്കാനും നേരിട്ട് കേക്ക് കട്ടിയേണ്ട ഭാഗമാകാനൊക്കെ പറ്റി എന്നൊക്കെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചു. അതുപോലെ തന്നെ ഇന്നലെ വീഡിയോ ചെയ്യണമെന്നുണ്ട്, അതൊന്നും നടന്നില്ല, തിരക്കിൽ വിട്ടുപോയി. അപ്പോൾ ലാലേട്ടൻ്റെ 64 വയസ്സെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യ സിനിമ കാണുന്നത് ലാലേട്ടൻ്റെ പടമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അടിയൊഴുക്കുകൾ എന്നൊരു പറഞ്ഞൊരു പടമാണ് കാണുന്നത്. മമ്മൂട്ടി മോഹൻലാലും ഉണ്ട്. അന്ന് മുതൽ ഞാൻ ലാലേട്ട ഫാനായതാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ആദ്യം കാണുന്ന പടം അതാണ്. തിയേറ്ററിൽ കാണുന്ന പടം ആദ്യം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഓർമ്മയിൽ ആയത് ശരിയാണെന്നുണ്ടെങ്കിൽ ആറാം തമ്പുരാനായിരിക്കണം തിയേറ്ററിൽ കാണുന്നത്. തൃശ്ശൂർ രാംദാസിലാന്ന് തോന്നുന്നു. ഞാൻ അച്ഛനും കൂടിയാണ് ആ പടം കാണുന്നത്. അതിനുശേഷം മോഹൻലാൽ പടം ഫസ്റ്റ് ഡേ തന്നെ ഒരു ഇതെല്ലാം കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഫാൻ ഷോ തന്നെ, ഒരു 4-5 കൊല്ലമായിട്ട് ഫാൻ ഷോ തന്നെ എല്ലാ ഷോസും. ഒറ്റ ഷോസ് എനിക്ക് ഫാൻ ഷോ മിസ്സായിട്ടില്ലെന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് പുലിമുരം മാത്രമാണ് ഞാൻ രണ്ടാമത്തെ ഷോ കണ്ടത്. അപ്പോഴേക്കും എല്ലാ ഷോ ഞാൻ ഫാൻ ഷോ കാണുന്ന ഒരാളാണ്. 2 മണിക്കും 3 മണിക്കും 4 മണിക്കൊക്കെ കണ്ടിട്ടുണ്ട്. അത് ആളോടുള്ള ഇഷ്ടം വളരെ ഇഷ്ടം തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് സ്വാധീനിക്കപ്പെട്ടൊരു വ്യക്തിയും കൂടിയാണ് മോഹൻലാൽ. അപ്പോൾ ലാലേട്ടൻ്റെ 64 വയസ്സെന്നിലായി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വയസ്സായി തോന്നുന്ന ആൾ ഇപ്പോഴും ചെറുപ്പമായിരിക്കുന്നു. മമ്മൂട്ടിയിലും മോഹൻലാൽ ഒരേ എനർജി കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇനി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എൻ്റെ ലാലേട്ടന് ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് പേർക്ക് ഏട്ടനായും അതുപോലെ തന്നെ ഭർത്താവായും കൂട്ടുകാരനായും ഹീറോയും എല്ലാ ജോണറിലും നമ്മൾ ലാലേട്ടനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജന്മദിനം കഴിഞ്ഞു. അപ്പോൾ ലാലേട്ടൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഒരുപാട് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്ഡേഷൻ വന്നിരുന്നു. ജന്മദിനത്തിന് തലേദിവസം തന്നെ അരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന L360 ലാലേട്ടൻ്റെ 360ാമത്തെ പടം, 360 തന്നെയല്ലേ, അതെ, 360ാമത്തെ പടം അനൗൺസ് ചെയ്യാണ്. എൻ്റെ പേരും കാര്യങ്ങളും ഒന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അരുൺമൂർത്തി ഇന്നലെ മിഞ്ഞാന്നാണ് ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞ പേരെന്താ കണ്ടു, ആകെ അറിയാം അവർക്കും ഇതാണെന്ന്. അപ്പോൾ അത്രയും പ്രതീക്ഷയിലാണ് ആ പടം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നില്ല. ലാലേട്ടൻ്റെ രജപുത്ര വീഡിയോസിൻ്റെ രജപുത്ര ഫിലിംസിൻ്റെ വീഡിയോ ഒക്കെ അവർ ഷെയർ ചെയ്തിരുന്നു. അതിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻസ്. അപ്പോൾ ലാലേട്ടൻ ഇരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് പറയുന്നത്. പിന്നെ സെറ്റിൽ വെച്ചിട്ടൊരു ബർത്ത്ഡേ ഒക്കെ ആയിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിരുന്നു തരുൺമൂർത്തിയുടെ പേജിൽ. അപ്പോൾ വളരെ സന്തോഷമാണ്. വളരെ പ്രതീക്ഷിച്ചൊരു പടമാണ്. ആ പടം വരാൻ പോവുകയാണ്. അധികം വേഗത തന്നെ തിയേറ്ററിൽ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം പ്രത്യേകം 12 മണിക്ക് തന്നെ നമ്മുടെ എമ്പുരാൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ പേജിലൂടെ കണ്ടൊരു കിഡ് സാധനം. അപ്പോൾ നമ്മൾ ലൂസിഫർ കണ്ടതിൽ അപ്പുറത്താണ് ഇവിടെ കാണാൻ പോകുന്നത്. രണ്ടും ഇതാണ്. ഇതിലുണ്ട് കുറേ കാര്യങ്ങൾ, കേരളത്തിലെ കാര്യങ്ങൾ. തിരുവനന്തപുരം ഷൂട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുജറാത്തിൽ 30 ഡേയ്സ് ഷൂട്ടുണ്ട്. ഏകദേശം ഇനി 1 മാസത്തെ ഷൂട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ട് തരിച്ച്, ഇത് മലയാളത്തിലെ ഏറ്റവും വലിയ ബോക്സ് ഹിറ്റ് ആകാൻ പോകുന്ന പടം തന്നെയാണ്. 2016 മോഹൻലാൽ തുടങ്ങി വെച്ച 100 കോടി ഇൻഡസ്ട്രി ഇന്ന് മലയാളത്തിൽ 6ഓളം സിനിമകളായി. ഇനിയിപ്പോൾ എന്തേ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ അത് മോഹൻലാൽ ഫിലിമിലൂടെ തന്നെ ബ്രേക്ക് ചെയ്യും. ചേട്ടൻ തുടങ്ങി വെച്ച ചേട്ടൻ തന്നെ എടുത്തിരിക്കുക, യാതൊരു സംശയമില്ല. ലൂസിഫർ എമ്പുരാൻ വലിയൊരു സിനിമയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു പടം റാമിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം കഴിഞ്ഞ അവസ്ഥയിലുള്ള സെക്കൻഡ് പാർട്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യണമെന്ന് കേട്ട് ഒക്കെ വിദേശത്താണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് പാർട്ടായിട്ട് ഇറങ്ങുക. ഏകദേശം നമുക്ക് ഈ വർഷം തന്നെ പടം പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫാൻ മെയ്ഡ് ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അതായത് ആരെ ഷെയർ ചെയ്ത് പേജാന്ന് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ യൂട്യൂബ് ലിങ്കിൽ കണ്ടാൽ സേവ് ചെയ്യാൻ വിട്ടുപോയി. അതിൽ റാമിൻ്റെ ഒരു ഇത് ഒഫീഷ്യലി അല്ല, ഇവർ ഷെയർ ചെയ്തു. എൻ്റെ മോനെ, അതൊരു വേറെ ലെവൽ സാധനമാണ്. ഭയങ്കര ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. അതിൽ ഫൈറ്റിന് ആക്ഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള പടമാണ്. വിദേശത്താണ് പൂർണ്ണമായി ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നോട്ട് നിരോധനത്തിന് മുമ്പ് ഷൂട്ടിങ് തുടങ്ങിയുള്ളതാണ്. കൊറോണയ്ക്ക് മുമ്പ്. അത്രയും കാലമായ പടം. അപ്പോൾ അതിൽ തൃശ്ശിയുണ്ട്, വലിയ താരനിര തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ആക്ഷനാണ് പ്രാധാന്യം കൊടുത്തിട്ട് 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമുക്ക് ഈ വർഷം കാണാൻ പറ്റും. ബാരോസ് വരുന്നു മെയ്യിൽ, അടുത്ത മാസം ബാരോസ് ഉണ്ട്. അപ്പോൾ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. ഇനി നമ്മൾ ഒരുപാട് പ്രതീക്ഷയിൽ വന്ന പല സിനിമകളും നമുക്ക് നിരാശ സമ്മാനിക്കേണ്ടി വന്നു. എനിക്ക് അതിൽ ഏറ്റവും വിഷമമായത് വാലിബൻ്റെ ഒരു ഇതാണ്. പക്ഷെ അത്ര ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു എനിക്ക്. ഒരുപാട് പ്രാവശ്യം പടത്തിൻ്റെ കഥകൾ കാര്യങ്ങളൊക്കെ മാറി. പിന്നെ ഒരു വലിയൊരു കഥ തന്നെ ഉണ്ട്. ഇവരെ കയ്യിൽ നിന്ന് പോയ പടം രണ്ടാമത് മേക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു കഥയാണ് വാലിബൻ. ശരിക്ക് ഈ തിയേറ്റർ കുലുങ്ങുന്നൊക്കെ പറഞ്ഞ സംഭവം കുലുങ്ങേണ്ട സാധനമൊക്കെ അതിലുണ്ടായിരുന്നു. ടിനി പാപ്പച്ചൻ പറഞ്ഞ പോലെ അതിൽ ഒരുപാട് അവർക്ക് മിസ്റ്റേക്സ് പറ്റി
VFS എഡിറ്റിങ്ങിലൊക്കെ. എന്നിട്ട് രണ്ടാമത് പണിയെടുത്തിട്ട് കൊണ്ടുപോകുന്നതാണ്. എന്നാലും എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 times വാച്ചബിൾ ആയിരുന്നു പടം. പക്ഷെ അതിൽ ഒരുപാട് ഡീഗ്രേഡിങ് കാര്യങ്ങൾ ഒക്കെ വന്ന് മോഹൻലാൽ പടം ഒരു ആവറേജ് ഉണ്ടെങ്കിൽ തന്നെ അതിന് പിന്നിൽ ഭയങ്കര ഒരു ഡീഗ്രേഡിങ് നടന്നിട്ട് പൊട്ടപടം എന്നുള്ള രീതിയിലെത്തും. പ്രത്യേകിച്ച് ഫാൻസിനും അതിൽ റോളുണ്ട്. മോഹൻലാൽ ഫാൻസുകാർ പല പടമാണെങ്കിൽ നല്ല പടം എന്ന് പറയും, പൊട്ടപടമാണെങ്കിൽ പൊട്ടപടം എന്ന് പറയും. ഒരു ആവറേജ് പടം ഉണ്ടെങ്കിൽ കൂടി അതിനെ തളർത്തുന്ന രീതി നമ്മൾ കണ്ടുള്ളൂ. പക്ഷേ വാലിബന്നൊരു പടം എന്ന് വെച്ചാൽ ലോക നിലവാരമുള്ള പടം തന്നെയായിരുന്നു. എല്ലാ മേഖലയിലും നീതി പുലർത്തിയ പടം തന്നെയായിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല. ഇത് എന്തോ അത് ഒരുപാട് എക്സ്പെക്ടേഷൻ ആയിരിക്കും. നമുക്ക് ഒരിക്കലും ആരും കുറ്റം പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ മോഹൻലാൽ ഡേറ്റ് കൊടുത്തൊരു പടമായിരുന്നു. 90 ദിവസത്തോളം വർക്ക് ചെയ്തൊരു പടമായിരുന്നത്. അപ്പം അത് ആ പടം വിജയിച്ചില്ല. നമുക്ക് ഭയങ്കര നിരാശയാണ് തന്നത് സത്യം പറഞ്ഞാൽ. പക്ഷെ അതിന് മുമ്പ് നേരി കിട്ടിയോണ്ടൊരു സമാധാനം. മോഹൻലാൽ പടം ഒരു ഏവറേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ തള്ളിക്കയറ്റാണെന്നതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നേര്. ഏകദേശം 100 കോടിക്ക് എടുത്ത പടം കളക്ട് ചെയ്തു. അപ്പം ഇനി വരാൻ പോകുന്ന പടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയുള്ള പടങ്ങളാണ്. ബാരോസ് എന്ന് പറഞ്ഞാൽ ഒരു 3D മൂവിയാണ്. ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം അത് അതിലുണ്ടാവും, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മൂവിയാണ്. അത് കഴിഞ്ഞ് തരുൺ മൂർത്തി പടം വരും, 360ാമത്തെ പടം വരും, അതിന് റാം വരും, ഒരുപാട് പടങ്ങൾ. പിന്നെ ഒരു ഋഷഭ ഒരു പടം വരുന്നുണ്ട്. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്നറിയില്ല, അത് ഇന്നലെ കുറേ ഫാൻ പേജിലൊക്കെ കണ്ടിരുന്നു. പിന്നെ ഒരുപാട് പടങ്ങൾ, ജോഷിയുടെ പ്രൊജക്റ്റ്, സത്യനന്ദിക്കാട് പ്രൊജക്റ്റ്, അങ്ങനെ ഒരുപാട് പടങ്ങൾ പെൻഡിങ്ങിലുണ്ട്. മറ്റേ ദൃശ്യത്തിൻ്റെ ജിത്ത് ജോസഫിന് വേറൊരു പ്രൊജക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങൾ പെൻഡിങ്ങിലാണ്. സൗത്ത് ഇന്ത്യ പാൻ ഇന്ത്യ മൂവീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലാലേട്ടാ, നിങ്ങളെ ഈ ജന്മദിനത്തിന് നിങ്ങൾ അനൗൺസ് ചെയ്ത പടം എല്ലാം എന്താ പറയുക, 100 മേനിയിൽ തീർത്ത വിജയമാവട്ടെ, തിളക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഒരുപാട് ജന്മദിനങ്ങൾ ലാലേട്ടന് നല്ല ആരോഗ്യത്തോടു കൂടി ആഘോഷിക്കാൻ പറ്റട്ടെ. അതിൻ്റെയൊക്കെ ഭാഗം എല്ലാ മലയാളികൾക്കും പറ്റട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മലയാള സിനിമയുടെ അഹങ്കാരമാണ് ലാലേട്ടനായാലും മമ്മൂക്കയായാലും. ഒരു വയസ്സ് പോകുമ്പോൾ ഒരു ചെറുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ടെർബോ നാളെ കാണും. അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ തന്നെ അഭിപ്രായമാണ്. ബൈ. മുകേഷ്.